കൈകളിൽ ഗ്യാസ് മാസ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ വിഷവാതകം പുറത്തുവിട്ടപ്പോൾ ആരും മുഖംമൂടി ധരിച്ചില്ല. വാതകം പുറത്തുവിട്ട ഉടൻ അവർ പെട്ടെന്ന് കൂട്ടിലെ പക്ഷിയെ നോക്കി. പക്ഷി സുരക്ഷിതമായിരുന്നു. ഇതിനർത്ഥം വാതകം വ്യാജമായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് യഥാർത്ഥ വിഷവാതകം പുറത്തുവിട്ട മറ്റൊരു ട്രെയിൻ കടന്നുപോയി. അതിലെ യാത്രക്കാർ വേദനയോട് നിലവിളിച്ചു. ഈ കാഴ്ച എല്ലാവരെയും നടുക്കി. കളിയുടെ നിയമങ്ങൾ ലളിതമായിരുന്നു. ആകെ 8 കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു. അവയിൽ 4 യഥാർത്ഥ വാതകം ഉണ്ടായിരുന്നു. ഓരോ മാസ്കും 5 തവണ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതിനാൽ ഓരോ കമ്പാർട്ട്മെന്റിലും ശരിയായ തീരുമാനം നിർണായകമായിരുന്നു. ഒരു തെറ്റ് മരണത്തെ അർത്ഥമാക്കുന്നു. ആദ്യ കമ്പാർട്ട്മെന്റിൽ എല്ലാവരും മുഖംമൂടി ധരിച്ചിരുന്നു. പക്ഷി രക്ഷപ്പെട്ടു. ഇതിനർത്ഥം വാതകം വ്യാജമായിരുന്നു. ഒരു മാസ്ക് ഉപയോഗം പാഴായി പോയി എന്നാണ്. രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ വീണ്ടും മാസ്കുകൾ ഉപയോഗിച്ചു. ഇത്തവണ പക്ഷി മരിച്ചു. വാതകം യാഥാർത്ഥ്യമായിരുന്നു. മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ യഥാർത്ഥ വാതകം പിന്നീട് വരുമെന്നും അതിനാൽ ഈ കമ്പാർട്ട്മെന്റ് വ്യാജമാകുമെന്നും ടോം പറഞ്ഞു. എല്ലാവരും മുഖംമൂടികൾ ഉപയോഗിക്കാതെ അകത്തേക്ക് പോയി. ഈ തീരുമാനം ശരിയാണെന്ന് തെളിഞ്ഞു. നാലാമത്തെ കമ്പാർട്ട്മെന്റിൽ യഥാർത്ഥ വാതകത്തിന് സീലിംഗിൽ കൂടുതൽ സ്ഥലം ആവശ്യമാണെന്ന് ജാക്ക് പറഞ്ഞു. പിന്നെ തടിയൻ ചൂണ്ടിക്കാണിച്ചത് ഈ ട്രെയിൻ മോഡലിൽ മറ്റെല്ലാ കമ്പാർട്ട്മെന്റിലും അതിനടിയിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ നാലാമത്തെ കമ്പാർട്ട്മെന്റിൽ യഥാർത്ഥ വാതകത്തിന്റെ സാധ്യത കൂടുതലാണ്. ചിലർ മുഖംമൂടികൾ ധരിച്ചിരുന്നു, ചിലർ ധരിച്ചിരുന്നില്ല. അഞ്ചാമത്തെ കമ്പാർട്ട്മെന്റിൽ യഥാർത്ഥ വാതകം പുറത്തിറങ്ങി. മാസ്ക് ധരിക്കാത്തവർ തൽക്ഷണം മരിച്ചു. മുഴുവൻ കമ്പാർട്ട്മെന്റിലും നിശബ്ദത പടർന്നു. ആറാമത്തെ കമ്പാർട്ട്മെന്റിൽ ജാക്കിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഗ്യാസ് വ്യാജമായിരിക്കണം. എല്ലാവരും മാസ്കുകൾ ഇല്ലാതെ അകത്തേക്ക് പോയി രക്ഷപ്പെട്ടു. ഏഴാമത്തെ കമ്പാർട്ട്മെന്റിൽ സ്ഥിതി കൂടുതൽ വഷളായി. 2 വിഷമുള്ള കമ്പാർട്ട്മെന്റുകൾ അവശേഷിച്ചു. ഒരു മാസ്ക് ഉപയോഗം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ജാക്ക് പരിഭ്രാന്തരായി. ട്രെയിൻ മോഡൽ തെറ്റായി തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. ഇതുവരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. ഗ്യാസ് വ്യാജമായി മാറി. അവസാന 2 കമ്പാർട്ട്മെന്റുകളിൽ തീർച്ചയായും യഥാർത്ഥ വിഷം അടങ്ങിയിരിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി. അതറിഞ്ഞതും അവർ ഞെട്ടിപ്പോയി.